Megajyoti, The Harmony of Art. കഥ സ്നേഹസാഗരം. രചന വിഷ്ണു സുനിൽ. കടൽ ശാന്തമായിരുന്നു. പക്ഷേ അഖിലിന്റെ ഉള്ളിൽ ചിന്തകൾ തിരമാലകളെപ്പോലെ ആർത്തലയ്ക്കുകയായിരുന്നു. ഒരു സുനാമി അച്ഛനെയും അമ്മയെയും കവർന്നെടുത്തപ്പോൾ ബാക്കിയായത് അഖിലും അവന്റെ അനിയത്തി അഖിലയും മാത്രമായിരുന്നു. അവളുടെ കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ അവന് 27 വയസ്സായിരുന്നു പ്രായം. അവിടെ നിന്ന് തുടങ്ങിയതാണ് അവന്റെ പോരാട്ടം. തന്റെ സഹോദരിയെ അവൾ സ്വപ്നം കണ്ടതുപോലെ ഒരു IAS ഓഫീസർ ആക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം. അതിനായി അവൻ രാപ്പകൽ അധ്വാനിച്ചു. അവൻ സമ്പാദിക്കുന്നതെല്ലാം അവൾക്ക് വേണ്ടിയായിരുന്നു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു, ഒപ്പം അവന്റെ ചിന്തകളും. ഒരു സായം സന്ധ്യയിൽ കടപ്പുറത്തെ ഉപ്പുകാറ്റേറ്റ് മുഷിഞ്ഞ വസ്ത്രങ്ങളുമായി അഖിൽ വഞ്ചി വലിച്ചു കരയ്ക്കടുപ്പിച്ചു. അധ്വാനം കൊണ്ട് അവന്റെ കൈവെള്ളയിലെ തൊലി ഉരിഞ്ഞ് ചോര പൊടിയുന്നുണ്ടായിരുന്നു. എന്നിട്ടും ആ വേദന ആരും കാണാതെ അവൻ മറച്ചു പിടിച്ചു. അഖിലേ, വാ, വീട്ടിൽ പോകാം. ശബ്ദം കേട്ടവൻ തിരിഞ്ഞു നോക്കി. ശങ്കുണ്ണി അമ്മാവനാണ്. അവൻ അമ്മാവനോടൊപ്പം വീട്ടിലേക്ക് നടന്നു. നടത്തത്തിനിടയിൽ അമ്മാവൻ അവനോട് പറഞ്ഞു, മോനെ, നീ അവളെ എന്തിനാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഇത്രയധികം പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. എന്റെ മകൻ ശ്രീജിത്തിന് അവളെ ഇഷ്ടമാണ്. അവൻ ദുബായിൽ നിന്ന് വന്നാൽ ഉടനെ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്കതങ്ങ് ഉറപ്പിക്കാം. നീ അവൾക്ക് വേണ്ടി ജീവിച്ച് നിന്റെ സ്വന്തം ജീവിതം മറന്നുപോയിരിക്കുന്നു. അമ്മാവൻ ഒരു പുച്ഛഭാവത്തിൽ പറഞ്ഞു. അവൾ പഠിക്കട്ടെ അമ്മാവാ, ഇപ്പോൾ മറ്റൊന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അവൻ ബഹുമാനത്തോടെ പറഞ്ഞു. കടലിന്റെ ആഴം നമുക്ക് അളക്കാൻ കഴിയില്ലല്ലോ. അതുപോലെയാണ് എന്റെ അനിയത്തിയുടെ സ്വപ്നങ്ങളും. അവളെ മറ്റൊരാളുടെ അടുക്കളയിലേക്ക് അയക്കാനല്ല ഞാൻ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നത്. അവൾ ആകാശത്തോളം ഉയരത്തിൽ പറക്കുന്നത് കാണാനാണ്. എന്റെ ഈ ചോര പൊടിയുന്ന കൈകൾക്ക് അവൾ നേടുന്ന വിജയത്തേക്കാൾ വലിയ മരുന്നില്ല. അഖിൽ പറഞ്ഞു നിർത്തിയപ്പോൾ ശങ്കുണ്ണി അവന്റെ വലതുകൈയിലെ മുറിവുകളിലേക്ക് നോക്കി. എന്നിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ. ഇനി ഒരു കാര്യത്തിനും ഈ ശങ്കുണ്ണിയെ പ്രതീക്ഷിക്കണ്ട. അപ്പോഴേക്കും അവർ വീടിന്റെ ഉമ്മറത്തെത്തിയിരുന്നു. അഖില മുറിയിലിരുന്ന് പഠിക്കുകയായിരുന്നു. ഏട്ടനെ കണ്ടതും അവൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് അവന്റെ കയ്യിലെ മുറിവ് അവൾ ശ്രദ്ധിച്ചത്. അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഇതെന്തു പറ്റിയേട്ടാ? ഒന്നുമില്ല മുത്തേ, അവൻ പറഞ്ഞു. അവൾ ആ കൈത്തലത്തിൽ അമർത്തി ചുംബിച്ചു. ഏട്ടാ, ഞാൻ ഇനി പഠിക്കുന്നില്ല. നേരത്തെ അമ്മാവൻ പറഞ്ഞത് ഞാൻ കേട്ടു. അതുതന്നെയാണ് ശരി. ഞാൻ കാരണം എന്റെ ഏട്ടൻ ഇങ്ങനെ ഒരുതുന്നത് കാണാൻ എനിക്ക് വയ്യ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കുമോളെ, അമ്മാവൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. ഞാൻ വല്ല വീട്ടുപണിക്കും പൊയ്ക്കോളാ ഏട്ടാ, അഖില വിതുമ്പി. അഖിൽ അവളുടെ കണ്ണുനീർ തുടച്ചു. നീ പഠിക്കണം മോളെ. പഠിപ്പ് നിർത്തിയാൽ തോൽക്കുന്നത് നിന്റെ ഈ ഏട്ടനാണ്. എന്റെ ഇത്ര നാളത്തെ കഷ്ടപ്പാടുകളാണ്. എന്റെ മോള് കരഞ്ഞാൽ ഈ ഏട്ടൻ തളർന്നു പോകും. അപ്പോഴേക്കും അഖിലിന്റെ കയ്യിലെ വേദന പമ്പ കടന്നിരുന്നു. അവയുടെ സംസാരം ശ്രദ്ധിച്ചു നിന്ന അയൽവാസി സാറാമ്മ പറഞ്ഞു, മോളെ, ഇതുപോലൊരു ഏട്ടനെ കിട്ടിയ നീ എത്ര ഭാഗ്യവതിയാണ്. വർഷങ്ങൾ തിരമാലകളുടെ വേഗത്തിൽ കടന്നുപോയി. പരിഹാസങ്ങളെയും ഇല്ലായ്മകളെയും തോൽപ്പിച്ച് അവൾ IAS പരീക്ഷ എഴുതി. ഒരു പ്രഭാതത്തിൽ രാമൻകുട്ടിയുടെ ചായക്കടയിലിരുന്ന് ചായ കുടിക്കുകയായിരുന്നു അഖിൽ. അവന്റെ കയ്യിൽ പത്രമുണ്ട്. 1-ാം പേജിലെ വാർത്ത കണ്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷമടക്കാനാവാതെ അവൻ ആ വാർത്ത വായിച്ചു. അഖിലേന്ത്യാ തലത്തിൽ 1-ാം റാങ്കോടെ തന്റെ പ്രിയ സഹോദരി വിജയിച്ചിരിക്കുന്നു. പത്രത്തിൽ അഖിലയുടെ മനോഹരമായൊരു ഫോട്ടോയും ഉണ്ടായിരുന്നു. ഗ്രാമവാസികൾ ആ വാർത്ത അതിവേഗം അറിഞ്ഞു. എല്ലാവരും അവളെ ആദരിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ഗ്രാമത്തിലൂടെ ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വാഹനം കടന്നുവന്നു. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. കടലിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന അഖിലിന്റെ തൊട്ടടുത്ത ആ വാഹനം ബ്രേക്കിട്ടു നിന്നു. യൂണിഫോമിൽ വാഹനത്തിൽ നിന്നിറങ്ങിയ ജില്ലാ കളക്ടർ ഓടി ഏട്ടന്റെ അടുത്തേക്ക് ചെന്നു. എല്ലാവരും നോക്കി നിൽക്കെ അവന്റെ ചെളിപുരണ്ട പാദങ്ങളിൽ അവൾ വീണ് നമസ്കരിച്ചു. അവൻ അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ഏട്ടാ, അന്ന് നമ്മുടെ അമ്മാവൻ ചോദിച്ചില്ലേ എനിക്ക് എന്ത് കിട്ടുമെന്ന്? ഇന്ന് ഈ ജില്ലയുടെ അധികാരം എന്റെ കൈകളിലാണ്. പക്ഷേ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമുണ്ട്. അത് ഈ ഏട്ടന്റെ അനിയത്തിയായി ജനിക്കാൻ കഴിഞ്ഞു എന്നതാണ്.
അവൾ തന്റെ ഔദ്യോഗിക തൊപ്പിയെടുത്ത് അഖിലിന്റെ ശിരസിൽ വെച്ചു കൊടുത്തിട്ട് പുഞ്ചിരിച്ചു. ഇതാണ് എന്റെ കിരീടം. ഏട്ടന്റെ വിയർപ്പിന്റെ ഗന്ധമുള്ള ഈ മണ്ണിലെ തരികൾക്ക് മുന്നിൽ എന്റെ ഈ പദവി ഒന്നുമല്ല. സ്നേഹം കൊണ്ട് ഏട്ടൻ തീർത്തൊരു വലിയ സാഗരമാണിത്. ഗ്രാമവാസികൾ ആ വൈകാരിക മുഹൂർത്തത്തിന് സാക്ഷികളായി. എല്ലാവരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. അഖിൽ തന്റെ അനിയത്തിയെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചു. കടലിന്റെ ഇരമ്പലിനേക്കാൾ ഉച്ചത്തിൽ അവിടെ സ്നേഹത്തിന്റെ മന്ത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. ഈ കഥ വായിച്ചത് ശ്രീകല GR.